ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം. ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചേക്കണതാണ്. ചെമ്മീനിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മണിക്കൂർ കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. 3-4 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. തീ കൂട്ടി വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒത്തിരി നേരം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയി പോവും. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് വെളിച്ചെണ്ണ ബാക്കിയുണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇനി നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ഇടിച്ചത് ചേർത്ത് കൊടുക്കാം. 10-15 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കരിയാപ്പല. ഉള്ളി ഒന്ന് വരണ്ട് വരട്ടെ. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ, വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ഒരു തക്കാളി അരിഞ്ഞത്, ലേശം ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി എല്ലാം കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം വരണ്ട് വന്നു. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെമ്മീനും ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. സമയത്ത് ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി വെള്ളമൊക്കെ പറ്റിച്ച് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.